ചിരട്ടയിൽ മനോഹര ശില്പങ്ങൾ തീർക്കുകയാണ് പത്തനംതിട്ട തേക്കുതോട് സ്വദേശി സുരേഷ്. ശില്പനിർമ്മാണം പഠിക്കാത്ത സുരേഷ് ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത്. വീട്ടിലെ പാഴ്വസ്തുവായ ചിരട്ടകളിൽ അതിമനോഹര ശില്പങ്ങൾ തീർക്കുകയാണ് ഈ മനുഷ്യൻ. അവിചാരിതമായാണ് ഈ മേഖലയിലേക്ക് സുരേഷ് കടന്നു വന്നത്. വീടൊന്ന് മോടി പിടിപ്പിക്കാൻ ഓൺലൈനിൽ അലങ്കാര വസ്തുക്കൾ നോക്കിയപ്പോൾ എല്ലാറ്റിനും വലിയ വില. പിന്നെ എന്തുകൊണ്ട് സ്വന്തമായി നിർമ്മിച്ചുകൂടെന്ന ചിന്തയിൽ നിന്നാണ് സുരേഷ് ചിരട്ടയിൽ മനോഹര ശില്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. നല്ല വില അതിനെ ആകർഷിച്ചു. അപ്പോൾ എനിക്കിത് ചെയ്യാനുള്ളൊരു ചെയ്തു നോക്കാമെന്നുള്ള ഒരു ധാരണയിൽ ഞാൻ ചെയ്തു നോക്കിയതാണ്. പിന്നീട് നല്ല കൂടുതൽ ഹാർഡായിട്ടുള്ള കൃഷ്ണനും സരസ്വതി അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാൻ കൊണ്ടുള്ള ഒരു പ്രചോദനമുണ്ടായി. അങ്ങനെ ഞാൻ ഇപ്പം മറ്റുള്ള ഈ കപ്പും അങ്ങനെയുള്ള സാധനങ്ങളും അല്ലാതെ ഇതുപോലുള്ള ശില്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ചിരട്ടയുടെ കഷണങ്ങൾ പശ ഉപയോഗിച്ച് യോജിപ്പിച്ച ശേഷം പുറമെ പോളിഷ് പൂശുന്നതോടെ നിർമ്മാണം പൂർത്തിയാകും. കരിമാൻതോട് ജംഗ്ഷനിൽ സ്റ്റേഷനറി കട നടത്തുന്ന സുരേഷ് രാത്രി വീട്ടിലെത്തിയ ശേഷമാണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. സഹായത്തിന് മകൾ വിഷ്ണുപ്രിയയും കൂടും. ദിവസവും രാത്രി 1 മണിക്കൂറാണ് ശില്പനിർമ്മാണത്തിന് മാറ്റിവെക്കുന്നത്. ഇതുവരെ വ്യത്യസ്തമായ 50ഓളം ശില്പങ്ങൾ ചിരട്ടകളിൽ നിർമ്മിച്ചു കഴിഞ്ഞു. കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ അത് മനസ്സിൽ ഇത്ര വലിപ്പത്തിൽ വേണമെന്ന് സങ്കല്പിച്ച് അത് ചിരട്ട അതിൻ്റെ അനുസരിച്ച് കട്ട് ചെയ്ത് അതിനുശേഷം നമ്മളെ പേപ്പർ പിടിച്ച് മിനുസപ്പെടുത്തി വുഡ് ഫില്ല് പശ കൊണ്ട് ഒട്ടിച്ച് യോജിപ്പിച്ചാണ് ഉണ്ടാക്കുന്നത്. പരിചയമുള്ളവർക്ക് സൗജന്യമായി നൽകുകയല്ലാതെ ശില്പങ്ങളൊന്നും ഇതുവരെ സുരേഷ് വിൽപ്പന നടത്തിയിട്ടില്ല. ശാസ്ത്രീയമായി ശില്പനിർമ്മാണം പഠിക്കാത്ത സുരേഷ് ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത്. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.